ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മുരിങ്ങാച്ചപ്പു വറവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മുരിങ്ങ ഇലയുടെയുണ്ട്, ചക്കക്കുരു ഇവിടെയുണ്ട്, തേങ്ങയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. കുക്കറിൽ 2 വിസിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം വേവും. നമുക്ക് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്താക്കാം, കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് ഈ കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുവിന് 2 വിസിലിൽ വേകാൻ പറ്റിയ വെള്ളം. പക്ഷേ ഇത് മൂടന വേണമെന്നില്ല. ഇതാ ചെറിയ സ്പൂൺ മഞ്ഞൾ, ഇങ്ങനെ ആവശ്യത്തിന്. അതൊരു ചെറിയ സ്പൂൺ മഞ്ഞൾ. കുറച്ച് മുളക് പൊടി ചേർക്കുക, കുറച്ച് മതി. വെച്ചാൽ ആ ഒരു ടേസ്റ്റിന് നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു മഞ്ഞ കളറാണ് വേണ്ടത്. അപ്പോൾ ഒരു കാ സ്പൂണ് മുളക്. ഇനി ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ഒരു ഇതിൽ, ഈ സ്പൂണിൽ ഒരു അര. വെച്ചാൽ അതിന് കാര കുറവായിരിക്കും ഉപ്പിന്. അപ്പോൾ ആ മുളകും ചേർത്ത് ഇതിനകത്ത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇതിലും, കുറച്ച് തേങ്ങ നമ്മൾ ചപ്പ് വറുക്കുന്നതിലും മിക്സ് ആക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചില ആൾക്കാർ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ചപ്പിടുക ചെയ്യാം. പക്ഷെ ഞാൻ വറുക്കുന്നത് അങ്ങനെയല്ല. ഇത് വെന്ത് കഴിഞ്ഞാൽ വേവുന്നതിന് മുമ്പേ നമുക്ക് അതിനിടക്ക് ചപ്പും ഇപ്പുറത്തുനിന്ന് വേഗം വറുത്തെടുക്കാം. അപ്പോൾ അതാകുമ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗമാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് അടച്ച് വെക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ രാവിലെയാണ് എൻ്റെ പുട്ട് ഇവിടെ റെഡിയാകുന്നുണ്ട്. കടലക്കറി റെഡി ആയിട്ടുണ്ട്. മുരിങ്ങ ഇലയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 പച്ചമുളക് ചേർക്കാം. പച്ചമുളക്, കുറച്ച് തേങ്ങ ചേർക്കാം. നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ. കുറച്ച് തേങ്ങ സാധാരണ വറവിനേക്കാളും കുറച്ചുകൂടി തേങ്ങ ഇടുന്നത് ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഒരു കാൽ സ്പൂൺ, ചെറിയ ഈ സ്പൂണിൽ 1/4 സ്പൂണ്. ഇത് നമുക്കിത് എന്താക്കാം, മിക്സ് ചെയ്യാം. ചെറിയൊരു സ്പൂണിൽ പകുതി, 1/2 സ്പൂണ് ഉപ്പ് ചേർക്കാം. നമുക്കിത് എന്താക്കുക, കൈനെ കൊണ്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ട, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വാടിയിട്ടുണ്ട്. മുരിങ്ങച്ചപ്പം വേഗം വാടി വരും. അപ്പോൾ അതിന് ഒരുപാട് സമയമൊന്നും വെക്കണ്ട. അപ്പോഴേക്കും നമുക്ക് ഈ സാധനം വിസിലും വരും, ഇവിടുന്ന് ഇത് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ അതിന് ശേഷം ഇത് രണ്ടും മിക്സ് ആക്കിയാൽ മതി. വിസിൽ വന്നു കഴിഞ്ഞ് 2ാമത്തെ വിസിലും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ ഇതിൻ്റെ വിസിലിൻ്റെ വൈറ്റിൻ്റെ ഇത് കഴിയുമ്പോഴേക്കും ഈ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. ആ ഒരു പിന്നെ ഇല ഒന്ന് ചീനച്ചട്ടിയിൽ പറ്റി പിടിക്കുന്നത് കൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. നല്ല കുറച്ച് വെള്ളം ഇതിലുണ്ട്. നമുക്ക് ഈ ചപ്പ് ഇതിനകത്തേക്ക് ഇടുമ്പോഴേക്കും ഇത് കറക്റ്റാവും. അപ്പോൾ നമുക്ക് ചപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഒന്നും കൂടി കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെക്കുക. നമുക്ക് ഈ മുരിങ്ങ ഇല ഇതിനടുത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ മിക്സായി കൊടുക്കുക. ഇതിനകത്തിൻ്റെ വെള്ളം നമ്മൾ ഇളക്കി വരുമ്പോഴേക്കും ഇതിന് കണക്കായിട്ടുണ്ടാകും. പക്ഷെ ഒരുപാട് ഡ്രൈ ആയിട്ട് വേണ്ട, ചെറിയൊരു ലൂസ് പോലെയാണ് നമുക്കിത് വേണ്ടതാ. കണ്ടോ, ഇതപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കടു പൊട്ടിച്ചിടണം. ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കൊന്നും വേണ്ട. അതിപ്പോൾ ഒന്ന് അവിടുന്ന് സെറ്റാവും. അപ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുന്ന ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി,
നമുക്കിതിന് ബ്രൗൺ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ബ്രൗൺ, കുറച്ച് ബ്രൗൺ, അധികം പൊരിയണ്ട, ചെറുതായിട്ടൊന്ന് മതി. ചില ആൾക്കാർ ഇതിൽ പച്ച വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ടിടും. അങ്ങനെ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിൽ വറുത്തിടുന്നില്ലെങ്കിൽ വേണ്ട, കടുവിൽ പച്ച ചതച്ചിട്ടാലും മതി. അത് ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത്ര ആയാൽ മതി. അധികം ഡ്രൈ അങ്ങനെ മൂക്കണ്ട. ഇത് കുറച്ചൊരു മൂത്തിട്ടുണ്ട്, ഇത് മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു മുരിങ്ങാച്ചപ്പ് വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.